നമ്മൾ ബിസിനസ്സുകാർ പലപ്പോഴും പല സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് വെച്ചൊരു വലിയ പരസ്യവാചകങ്ങൾ പറയിപ്പിക്കാറുണ്ട്. പക്ഷെ പലതും വിജയം കാണാറില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതാര് പറയുന്നു എന്നുള്ളതിലാണ്. അതിന് ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഗുരു ദ്രോണാചാര്യരെ അടിച്ച് കസറിക്കൊണ്ടിരിക്കുക യുദ്ധം. അപ്പോൾ ശ്രീകൃഷ്ണൻ നോക്കിയിട്ട് യാതൊരു മാർഗ്ഗവുമില്ല ഈ യുദ്ധത്തിനെ തോൽപ്പിക്കാനായിട്ട്. അപ്പം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമ മരിച്ചുപോയി എന്ന് ദ്രോണാചാര്യരോട് ചെന്ന് പറയുക. അപ്പോൾ ദ്രോണാചാര്യൻ നെർവസ് ആകും. കാരണം ദ്രോണാചാര്യൻ്റെ മകനാണ് ഈ അശ്വത്ഥാമ. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല, ഞാൻ നുണ പറയുന്ന ശീലമില്ല എനിക്ക്. ശ്രീകൃഷ്ണൻ പെട്ടെന്ന് ഐഡിയ കിട്ടി. ഭീമനെ വിളിച്ചു, ഭീമ ഇവിടെ വാ. അപ്പോൾ ഭീമൻ ചോദിച്ചു, ഞാൻ ചെന്ന് പറഞ്ഞാലോ? വേണ്ട വേണ്ട, നീ പറയണ്ട, നീ ഞാൻ പറഞ്ഞ പണി ചെയ്താൽ മതി. നിൽക്കുന്ന ആനനെ കണ്ടോ? അശ്വത്ഥാമ എന്ന് പറഞ്ഞ ഒരു ആനയാണത്. ആ ആനയുടെ തല ഒടിച്ചു പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആന ഭീമം എടുത്ത് ഗതയുടെ ഒറ്റയടി ആന ആ സ്പോട്ടിൽ താഴെ വീണു. ആന വടിയായി. സ്പോട്ടിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, ഇനിയെങ്കിലും ചെന്ന് പറ അശ്വത്ഥാമ മരിച്ചുപോയി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, പറ്റത്തില്ല, കാരണം അശ്വത്ഥാമ ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഒറിജിനൽ അശ്വത്ഥാമ ഇപ്പം മരിച്ചത് അശ്വത്ഥാമ എന്ന് പറഞ്ഞ ആനയാണ്. ശ്രീകൃഷ്ണന് ദേഷ്യം വന്നു. യുധിഷ്ഠിര, അശ്വത്ഥാമ എന്ന ആന മരിച്ചു പോയെന്ന് എങ്കിലും ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ശരി, അത് പറയാം എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ നേരെ നമ്മുടെ ദ്രോണാചാര്യരുടെ അടുക്ക് ചെല്ലുന്നു. പറയുന്നു ഇങ്ങനെ, ഗുരുവേ, അശ്വത്ഥാമ മരണപ്പെട്ടു, അതൊരാനയായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ ശങ്കെടുത്ത് ഊന്നും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കഥാപാത്രം യുധിഷ്ഠിരനാണ്. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഗുരു ദ്രോണാചാര്യ കേൾക്കുള്ളൂ. ശ്രീകൃഷ്ണൻ അതിനേക്കാളൊക്കെ വലിയ ഭഗവാനാണ്, പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അതാണ്, എത്ര വലിയ സെലിബ്രിറ്റിനെ കൊണ്ട് വെച്ചിട്ടും കാര്യമില്ല, അതാര് പറഞ്ഞാൽ ജനം കേൾക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ ടോപ്പിക്. സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.